എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ബഹുമാനിയായ നമ്മുടെ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് എന്നെ ക്ലാസ് എടുത്തു. എങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണം, എങ്ങനെ പ്രതികരണങ്ങൾ നടത്തണം. നീർക്കോലിക്കും സിൽക്കാരുമോ? പക്ഷെ അങ്ങ് നിഷ്കളങ്കമായിക്കൊണ്ടല്ലേ നിഷ്പക്ഷമായി തന്നെ അങ്ങൊരു ചോദ്യം ചോദിച്ചു. ഈ 77 അടിയന്തരാവസ്ഥ, ജനസംഘം പിരിച്ചുവിടുന്നു, ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു, ജനതാ പാർട്ടിക്ക് CPM നൽകിയ പിന്തുണ, ഇതൊക്കെയാണെന്ന ചർച്ചയിൽ ചരിത്രത്തിൽ ആധാരമായി ഉയർന്നു വന്ന ചോദ്യങ്ങൾ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അപ്പൊ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പ്രധാനപ്പെട്ട വാദം അന്തരം പിരിച്ചുവിടപ്പെട്ട ജനസംഘം ഉണ്ടെങ്കിലും ആ ജനതാ പാർട്ടിയിൽ RSS ഉണ്ടായിരുന്നു, അതിനെ CPM പിന്തുണച്ചു. അത് ശരിയാണോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ക്രക്സായി തോന്നിയത്. അപ്പൊ അങ്ങ് ലളിതമായി തിരികെ ചോദിച്ചു. അപ്പൊ ഈ 960 നമ്മുടെ പട്ടാമ്പി തെരഞ്ഞെടുപ്പിൽ EMS-നെതിരെ മത്സരിപ്പിച്ചത് ആരെയായിരുന്നു? പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ AKG-ക്കെതിരെ മത്സരിപ്പിച്ചത് ആരായിരുന്നു? അന്നേരം അദ്ദേഹം സ്ഥലജല വിഭ്രാന്തി കൊണ്ട് IAIA എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം ഏതാണ്ട് ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ടാവും സംവാദങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. പക്ഷെ ഇതേവരെ സംവാദത്തിലും IAIA എന്ന് അലറി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പഴയ കവിതയുണ്ട്, എന്നിട്ടരിശം തീരാത്തവന പുരകിട ചുറ്റും മുണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? IAIA വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ അനുഭവം എന്റെ ഇത്തരം ഒരു സംവാദ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. ഇരിക്കട്ടെ, ഞാൻ അതൊന്നും മോശമാണെന്ന് പറയില്ല. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട് കോൺഗ്രസിന്റെ യഥാർത്ഥ നിലവാരം ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ അതിൽ കുറച്ചൊന്നും കരുതുന്നില്ല. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. അപ്പൊ ആ നിലവാരം എന്തായാലും അങ്ങ് തുടരുക. എനിക്ക് എല്ലാ ഭാവങ്ങളുമാണ് എനിക്ക് അക്കാര്യത്തിൽ നേരാനുള്ളത്. പിന്നെ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം അല്ല, അങ്ങ് അങ്ങനെ ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. അല്ല, അങ്ങനെ ഇടയ്ക്ക് നിലവാരമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇടപെടും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കോൺഗ്രസുകാർ ചരിത്രമില്ലാത്ത ആളുകളാണ്. ഇങ്ങോട്ട് വരണ്ട. ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുത്. കോൺഗ്രസ് ഓഫീസിൽ എവിടെ ഇരിക്കും? മര്യാദക്ക് കോൺഗ്രസുകാർക്ക് ചരിത്രം അറിയില്ല. മറ്റുള്ളവരെ പരിഹസിക്കലും AK സെന്ററിൽ മതിയോ? AK സെന്ററിൽ മതി. ചരിത്രബോധമുള്ള കോൺഗ്രസ് അപൂർവം. തന്നോട് അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണോ പറയുന്നത്? പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? അല്ല, ഇവൻ വലിയ ചരിത്രക്കാരൻ. കോമാളി, ചരിത്രം കോമാളിയാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. തോമസ് ഐസക് രമേശ് പിഷാരടിനെ കോമാളി എന്ന് വിളിച്ചപ്പോൾ താങ്കൾക്ക് പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ പ്രശ്നമില്ലേ കോമാളിന്ന് താങ്കൾ വിളിക്കുമ്പോ? യഥാർത്ഥ കോമാളി ജയിക്കാണ്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. യഥാർത്ഥ കോമാളി ജയിക്കാ, പിഷാരടിയല്ല. കേരളത്തിലെ എല്ലാ ചാനൽ ചർച്ചയിൽ വന്ന് കോമാളി ജയിക്കാം. കോമാളിത്തരം പറഞ്ഞാൽ പറയും. കോമാളിത്തരം പറഞ്ഞാൽ പറയുന്നേ കോൺഗ്രസ്സുകാർക്കൊന്നും ചരിത്രമല്ല. ചരിത്രം പഠിച്ചത് ഇവൻ മാത്രം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? മര്യാദക്കുള്ള വർത്താനം പറഞ്ഞ മര്യാദക്ക് പറയും. ഇവന്റെ വലിയ അഹങ്കാരം അച്ചടി ഭാഷയിൽ പറഞ്ഞ മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. എന്തായാലും അവനൊന്നും കോമാളിയെന്നും പമ്പരവിഡ്ഡിയെന്നും എന്റെ ഒപ്പം വന്നിരിക്കുന്ന ഒരു പാനലിസ്റ്റിനെയും വിളിക്കില്ല എന്ന് മാത്രമല്ല, അത് വിളിക്കാതിരിക്കാനുള്ള ജാഗ്രതയുടെ രാഷ്ട്രീയ രൂപം കൂടെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങ് ചോദ്യത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണത്തിലെ ഒരു ഭാഗം അങ്ങ് പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ പ്രേക്ഷകരെ കേൾപ്പിച്ചു. കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. അതിന്റെ തുടർച്ചയിൽ അങ്ങ് സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണത്തെ കടമെടുത്തുകൊണ്ട് ശ്രീ M-ന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച, ആ ചർച്ചയെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ നിർബന്ധമായി ആ ചർച്ചയിലേക്ക് വരാം. ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. പക്ഷെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം എന്ന് പറയുന്നത് തുടങ്ങിയത് UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രചരണം ഡീൽ എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചു തുടങ്ങുമ്പോൾ, ആ പച്ചക്കള്ളം പ്രചരിപ്പിച്ചു തുടങ്ങുമ്പോൾ RSS-കാർ ആദരിക്കുന്ന ഒരു നേതാവിന്റെ ജന്മവാർഷിക ചടങ്ങ് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്.
നിലവിളക്ക് കൊളുത്തി തൊഴുകൈകളോടുകൂടെ അവിതർക്കിതമാംവിധം RSS അംഗീകാരത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച് അവിടെ പോയ ആൾ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് VD സതീശനാണ്. ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്പനാളുകൾക്ക് മുമ്പിൽ വരെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം അങ്ങയുടെ PCR ടീമിന് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങത് കേൾപ്പിക്കാതിരിക്കോ? ഒന്ന് നിർത്തണോ തന്റെ ഈ പക്ഷെ അദ്ദേഹം അല്പനാളുകൾക്ക് മുമ്പ് വരെ പറഞ്ഞു, ഗോൾവൽക്കറെ എനിക്ക് അറിയുകയില്ല, ഗോൾവൽക്കറുള്ള ചടങ്ങിൽ ഞാൻ പോകിയിട്ടില്ല, ഗോൾവൽക്കർ ആരാന്നും കൂടി എനിക്കറിയില്ല, ഞാനൊരു സെമിനാർ സംവാദം ഇമാതിരി ഒരു പരിപാടിക്കും ഗോൾവൽക്കർ സംബന്ധമായിട്ടേ പോയിട്ടില്ല. അതിനെന്താ കുഴപ്പമൊന്നും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷെ 2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അതൊരു സംവാദമായിരുന്നു, ആ സംവാദം വളരെ ഭൗതിക നിലവാരമുള്ളതായിരുന്നു, ആ സംവാദത്തിൽ കോമാളികളും വിവരം കെട്ടവന്മാരും വിഡ്ഢികളും ആരും ഉണ്ടായിരുന്നില്ല. പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യും. എല്ലാവരും നല്ല പ്രബുദ്ധതയുള്ള ഒന്നാന്തരം വർഗീയവാദികളായിരുന്നു. ഞാൻ അവിടെ RSSനോട് ഏറ്റുമുട്ടി മതനിരപേക്ഷതയുടെ വീരാളിപ്പട്ട് പുതയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഗംഭീര പ്രസംഗം ഞാൻ അവിടെ നടത്തിയിട്ടാണ് പോകുന്നത് എന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മറ്റൊരു ചാനലിൽ പറഞ്ഞു. ഇദ്ദേഹം എത്ര തവണ 1000 തവണ പറയുന്ന നുണ 10,000 തവണ ആവർത്തിക്കാൻ ഒരു മടിയുമില്ലെന്ന് അദ്ദേഹം ഈ കാര്യത്തിൽ കൂടെ തെളിയിച്ചതാണ്. അത് ചോദിക്കുമ്പോൾ 977 പിരിച്ചുവിടപ്പെട്ട ജനസംഘം അണിനിരന്ന ജനതാ പാർട്ടിക്ക് CPIM പിന്തുണ കൊടുത്തില്ലേ? അതാണല്ലോ ചരിത്ര നിബദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. പറയുമ്പോഴോ ശരിയാണ്, ആരൊക്കെ പിരിച്ചുവിടപ്പെട്ടോ അടിയന്തരാവസ്ഥ കാലയളവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ജയിൽ മുറികളിൽ മനുഷ്യന്മാരെ കൊണ്ട് നിറച്ച കാലമായിരുന്നു. 11,000-ലധികം വരുന്ന ചെറുപ്പക്കാരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വന്ധ്യംകരിച്ച കാലമായിരുന്നു. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇവിടെ ഇപ്പൊ യോഗി ആദിത്യനാഥിന് ബുൾഡോസർ വഴിതെളിച്ചു വിട്ടത് തുർഗുമാൻ ഗേറ്റിൽ മുസ്ലിങ്ങളെയും പട്ടികജാതി പട്ടികവിഭാഗക്കാരെയും ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള തുർഗുമാൻ ഗേറ്റ് ബുൾഡോസർ ഉരുണ്ട കാലമായിരുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പോ വന്ധ്യംകരണത്തിലും ജയിൽ നിറച്ച് ലക്ഷങ്ങളെ കൊന്നുകളയുന്ന തുർഗുമാൻ ഗേറ്റിലെ ബുൾഡോസർ രാജിനുമെതിരെ JP-യുടെ നേതൃത്വത്തിൽ വിപുലമായ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ഇന്ത്യയെ നിലനിർത്തിയ, ഇന്നത്തെ ഇന്ത്യ പരിമിതികളോടുകൂടെ നിലനിർത്തിയ സമരം ഉണ്ടായി. ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. പെൻ ഹിറ്റ്ലർക്കെതിരെ അന്ന് AKG പാർലമെന്റിൽ പ്രസംഗിച്ചു. അപ്പോഴോ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ JP എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ അടിയന്തരാവസ്ഥ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതിന് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കപ്പെട്ടതുപോലെ പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല, ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ വർഗീയ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നത് പോലെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ അടിയന്തരാവസ്ഥ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാവരും ഒറ്റ മൂവ്മെന്റ് ആയിരിക്കണം. എഴുന്നേറ്റ് പോകുന്നതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്. ആരൊക്കെയാണ്? ജനസംഘം പിരിച്ചുവിടപ്പെട്ടു, ഭാരതീയ ലോക്ദൾ പിരിച്ചുവിടപ്പെടുന്നു, സംഘടനാ കോൺഗ്രസ് പിരിച്ചുവിടപ്പെടുന്നു, സ്വതന്ത്ര പാർട്ടി പിരിച്ചുവിടപ്പെടുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി പിരിച്ചുവിടപ്പെടുന്നു. CPIM-നോടും ആവശ്യപ്പെട്ടു നിങ്ങൾ പിരിച്ചുവിടാൻ. CMS-ന്റെയും CPIM-ന്റെ നിലപാട് എന്താണ്? ഞങ്ങൾക്ക് പടുത്തുയർത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ലക്ഷണമൊത്ത ആശയധാരകളുടേതാണ്. അത് നിലവിളക്ക് കാണുമ്പോൾ കുനിഞ്ഞു നിൽക്കുകയോ മുട്ടിലിഴയുകയോ അടിമസമാനമായ ദാസ്യവേല കാണിക്കുകയോ ചെയ്യുന്ന കോമാളികളുടെയോ പമ്പര വിഡ്ഢികളുടെയോ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് ഞങ്ങൾ പിരിച്ചുവിടില്ല. ശ്രീ M-ന്റെ ചർച്ചയുടെ പശ്ചാത്തലം എന്തായിരുന്നു? കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസുമായിട്ടുള്ളതുപോലെ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ വിപുലമായ ആദരവുള്ള ശ്രീ M-ന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണർ നടപ്പില്ല. മുറ്റത്തെ കിണറിന് പ്രതിപക്ഷവും സംഘപരിവാരവും തമ്മിൽ രാഷ്ട്രീയ സംഘർഷത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ചോര വീഴുമ്പോൾ ഞങ്ങൾ BJP-യുമായിട്ട് ചർച്ചയ്ക്കില്ല, ഞങ്ങൾ PDP-യോ ജമാഅത്തെ ഇസ്ലാമിയോ കോൺഗ്രസിനെ വിളിക്കുക, ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് വരാം, അങ്ങനെയാണ് പറയുന്നത്. നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. മനുഷ്യർ മരിച്ചു വീഴുന്ന ഘട്ടത്തിൽ സമാധാനം കൈവരിക്കാൻ M-ന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ പോയി. അത് യാഥാർത്ഥ്യമല്ലേ? അതെല്ലാവർക്കും അറിയുന്നത്. നീ ഒന്നും പണയണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടുത്തറ 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.